വീട്ടിൽ കൊണ്ട കൊടുക്കണം. അവൻ പറഞ്ഞു വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടല്ലേ ചോദിച്ചല്ലേ. വീട്ടിൽ കൊണ്ട് ചോദിച്ചില്ലല്ലോ ഞാൻ വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശം ചോദിക്കും. വില്ലേജ് ഓഫീസറോട് ചോദിക്കും. വില്ലേജ് ഓഫീസറോട് ചോദിക്കും. ഇന്ന സംസാരിക്കും. എന്ത് പോട്ടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ചോദിച്ചതല്ലേ ഉള്ളൂ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും. കാരണം മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിലെ 38 നമ്പർ ബൂത്തിലെ SIA ഫോമിന്റെ അപേക്ഷാ ഫോം തയ്യാറാക്കുന്നതിനിടയിൽ BLO കാണിച്ച ഒരു അതിക്രമമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമുക്കിനി ബാക്കി വീഡിയോയും കൂടി ഒന്ന് കാണാം. മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിലെ SIRന്റെ ക്യാമ്പ് നടക്കുമ്പോഴാണ് BLO വാസുദേവൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഉടുമുണ്ടൊരിഞ്ഞ് കാണിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് പ്രകോപിതനായി ഉടുമുണ്ടൊരിഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ വെച്ച് SIRന്റെ ക്യാമ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾ അവിടെ വരികയും അവർ തമ്മിൽ നേരത്തെ മുൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇതെല്ലാം വീടുകളിൽ പോയി ചെയ്യണ്ടേ, ഇവിടെ ക്യാമ്പായിട്ടാണ് നടത്തേണ്ടത്, ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ, നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനാണ് പ്രകോപിതനായി അദ്ദേഹം BLO വാസുദേവൻ, ഇദ്ദേഹം ഒരു ബ്ലോക്ക് ഉദ്യോഗസ്ഥനും കൂടിയാണ്, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ഉടുമുണ്ടൊരിഞ്ഞ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധു ഈ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത സമയത്താണ് വാസുദേവൻ പ്രകോപിതനായി എന്നാ നീ ഇതും കൂടെ കാണിക്കുമെന്നും പറഞ്ഞാണ് ഉടുമുണ്ടൊരിഞ്ഞ് ഒരു സൈഡിൽ BLOമാരുടെ അമിത ജോലിഭാരം മൂലമുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളാണ്. എന്നാൽ മറു സൈഡിൽ ഇത്തരം BLOമാരുടെ പ്രവർത്തികൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇദ്ദേഹത്തിന്റെ മാനസിക നില തകരാറിലാണെന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട്. വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം ഇദ്ദേഹം ഒരുപാട് ക്ഷമാപണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ്, അത് ഉദ്യോഗസ്ഥരുടെ അനുമതി മേടിച്ചുകൊണ്ടാണ് ഇതുപോലൊരു ക്യാമ്പ് ഇവിടെ നടത്തിയത്. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്ന ന്യായീകരണം. ഈ സമയത്ത് ജോലി തടസ്സപ്പെടുത്താൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രകോപിതനായെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പം BLOയുടെ ഈ പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല.